ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിനെ തിരികെ കൊണ്ടുവരാമെന്ന് ശാലിനിയുടെ കയ്യിൽ നിന്നും ഉറപ്പ് വാങ്ങിക്കുന്ന രാഘവൻ നായരെയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന ശാരികയാണ് കാണിക്കുന്നത്. അതേസമയം ശാരദാമ്മ ശാരികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളുടെ ജീവിതത്തിൽ ഇപ്പോൾ രണ്ട് മുറിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരെണ്ണം നെറ്റിയിൽ കാണുന്ന ഈ മുറിവ്, മറ്റൊന്ന് ദാമ്പത്യം എന്ന മുറിവ്. നെറ്റിയിലെ മുറിവ് മരുന്ന് വെച്ചാൽ മാറും, എന്നാൽ അതേപോലെയല്ല താലിയുടെ മുറിവ്. ആ മുറിവിനും നമുക്കൊരു മരുന്ന് കണ്ടെത്തണ്ടേ? അമ്മ വേണമെങ്കിൽ രാജീവ് സാറിനോട് സംസാരിക്കാം എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ദേഷ്യത്തോടെ ശാരദാമ്മയുടെ കയ്യിലിരിക്കുന്ന മരുന്നൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ് ശാരിക. നിങ്ങളാരും എൻ്റെ ഒരു കാര്യവും നോക്കാൻ വരണ്ട. മനസ്സിനേറ്റ മുറിവും അല്ലാത്ത മുറിവും ശാരികയ്ക്ക് ഒന്നുപോലെയാ. രണ്ടും എന്താണെങ്കിലും ഉണങ്ങാനേ പോകുന്നില്ല. എനിക്ക് നിങ്ങൾ ആരെയും കാണണ്ട, ആരും എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ടെന്ന് ശാരിക ദേഷ്യത്തോടെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വാ അമ്മേ, നമുക്ക് പോകാം. അതെടി, നീ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോ. നിന്റെ അമ്മ ഇവിടെ ആർക്കാ വേണ്ടതെന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. സുസ്മിത തന്നോട് ചെയ്ത ഓരോ പ്രവൃത്തിയും ഓർക്കുകയാണ് രോഹിത്. തന്റെ സുസ്മിത കൊക്കയിൽ നിന്നും തള്ളിയിട്ട കാര്യമൊക്കെ ഓർത്ത് ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പത്മാവതിയമ്മ വരികയാണ്. സുസ്മിതയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം. അമ്മ എന്താ ഉദ്ദേശിച്ചത്? അവൾ നിന്റെ ആദ്യ പ്രണയമാണെന്നും നിനക്ക് അവളെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ലെന്നും ഈ അമ്മയ്ക്കറിയാം. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് എന്താണെങ്കിലും ഒരു കാര്യവുമില്ല. ഇനി എന്താണെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറയില്ല. ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ തന്നെ അവൾ നിന്റെ ഒപ്പം നല്ലൊരു ജീവിതം നയിക്കുമെന്നോ അല്ലെങ്കിൽ വയസ്സാം കാലത്ത് എനിക്കല്പം വെള്ളം തരുമെന്നോ എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ബന്ധം വേർപെടുത്തണം. അത്ര തന്നെ. ഒന്നെങ്കിൽ നീയായിട്ട് അതിന് മുൻകൈ എടുത്തിറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് ചെല്ലും, എന്നിട്ട് വേർപിരിയുന്ന കാര്യം പറയുകയും ചെയ്യും. അത്രയും പറഞ്ഞ് പത്മാവതിയമ്മ ദേഷ്യത്തോടെ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുകയാണ് രോഹിത്. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ്. താൻ പിടിക്കപ്പെടാൻ ഇനി അധിക നാളുകളില്ലല്ലോ എന്നോർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് സുസ്മിത. അതേസമയം ചന്ദ്രബോസ് സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എടി, ഞാൻ നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്താ ചിറ്റപ്പാ, കാര്യം പറ. അത് പിന്നെ പഞ്ചകൈലാസത്തിലെ ഒരു CCTV ഫുട്ടേജും കൂടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അകത്ത് നീ രോഹിത്തിനെ തള്ളിയിടുന്നതും പാറയിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നവനെ നീ ചവിട്ടി താഴേക്കിടുന്നതും എല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിന് ഫുട്ടേജിനകത്തൊന്നും ആദ്യം അതില്ലായിരുന്നല്ലോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്രീരഞ്ജിനി മേഡം ഇതിനു മുമ്പ് ഈ കേസ് അന്വേഷിച്ച നിഷാദിന്റെ അടുത്ത് ഒന്നുകൂടി ആ CCTVകളെല്ലാം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ ഏർപ്പെടുത്തിയതോ നമ്മുടെ ബുള്ളറ്റ് വിജയനെ ആയിരുന്നു. അയാൾ വഴിയാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എല്ലാവരും ഒരു CCTV ദൃശ്യം കണ്ടില്ലായിരുന്നോ? മഞ്ഞുമൂടിയ ദൃശ്യം. അതിന്റെ ബാക്കി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വിജയനായതുകൊണ്ട് കൈയോടെ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷേ അയാൾ അതെല്ലാം അയാളുടെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഫോറസ്റ്റുകാരുടെ സിസ്റ്റത്തിൽ നിന്നെല്ലാം തന്നെ വിജയൻ അത് നീക്കം ചെയ്തിട്ടുണ്ട്. അയാളുടെ കയ്യിലുള്ള കോപ്പി അയാൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ അതിനിട്ടിരിക്കുന്ന വില 25 ലക്ഷമാണ്. 25 ലക്ഷമോ എന്നൊരു ഞെട്ടലോടെ സുസ്മിത ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, അതെ, എന്റെ കയ്യിൽ കൂടി വന്നാൽ ഒരു 2 ലക്ഷം കാണും. അതിന്റെ മേലെ എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ അച്ഛനോട് ചോദിക്കാമെന്ന് കരുതിയാൽ തന്നെ ആ അഡ്വക്കേറ്റിന് വേണ്ടി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നല്ലേ പണം വാങ്ങിയത്. കൂടുതൽ പണം ചോദിച്ചാൽ നിന്റെ അച്ഛൻ നിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു വഴി കണ്ടെത്തിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് നേരെ സെൻട്രൽ ജയിലിലേക്ക് പോകാം. അത്രയും പറഞ്ഞ് ചന്ദ്രബോസ് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് സുസ്മിത വീണ്ടും ചന്ദ്രബോസിനെ വിളിക്കുമ്പോൾ ചന്ദ്രബോസ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. 25 ലക്ഷത്തിന് ഞാൻ ഇനി എവിടെ പോകും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സുസ്മിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.